എന്താ ബാലു ആദ്യമായിട്ട് കടൽ കാണുന്നത് പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നീ അത് ഓക്കേന്ന് പറഞ്ഞോ? ആ പറഞ്ഞു. എന്നോടൊരു വാക്ക് ചോദിച്ചിട്ട് പോരായിരുന്നോ? എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു, ഫോൺ എടുത്തതേ ഇല്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ വന്ന് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ ആ ജോലി കിട്ടിയ സന്തോഷത്തിൽ ഓക്കേന്ന് പറഞ്ഞു പോയതാ. എന്താ ബാലു, സിദ്ധു വലുതായി കഴിയുമ്പോൾ ജോലിക്ക് പൊയ്ക്കോളാൻ ബാലു തന്നെയല്ലേ പറഞ്ഞത്? പറഞ്ഞു, പക്ഷേ ഈ ടൈമിങ് നമ്മളായിട്ട് ഒത്തുപോകും. എന്താ ഒത്തുപോവാത്തത്? രാത്രി 10 മണിക്കല്ലേ പോകേണ്ടത്? മാക്സിമം 2 hours ജോലി കാണും. അതും സിദ്ധു ഉറങ്ങിക്കഴിഞ്ഞിട്ടല്ലേ ബാലു ഞാൻ പോവുള്ളൂ. എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലിയാണ്. സാലറി എങ്ങനെ പോയാലും മിനിമം 25,000 കിട്ടും. 25,000 രൂപയോ? നിന്നെ ഇതൊക്കെ പറഞ്ഞ് കുരങ്ങ് കളിപ്പിക്കുകയായിരിക്കും. ഇത്രയും വർഷമായിട്ട് 12 മണിക്കൂർ ദിവസം ജോലി ചെയ്തിട്ട് എനിക്ക് ഇപ്പൊ ഞാൻ ജോലിക്ക് പോവരുത് അതല്ലേ? ഞാൻ വീട്ടിലിരുന്ന് പാചകം ചെയ്യണം. വാ പോവാം. ബീച്ചിൽ വന്നാലും ഫോൺ കളിച്ചോണ്ടിരുന്നോളൂ. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്തേ? എനിക്കറിയാം, എന്നോടുള്ള ദേഷ്യമല്ലേ ഈ ബെഡിനോട് കാണിക്കുന്നത്. എന്തൊക്കെയാ നീ പറയുന്നത്? നീയല്ലേ എന്നോട് ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടാനുള്ള അവകാശമൊന്നും എനിക്കില്ല. അതിന് മിനിമം +2 എങ്കിലും പാസ്സാവണം. എന്തിനാ അതും ഇതൊക്കെ കൂട്ടി കുഴക്കുന്നത്? ഞാൻ നോക്ക്, ഇവിടെ ഇരിക്കെ. നിന്നോട് ജോലിക്ക് പോകണ്ടെന്ന് ഞാൻ പറയില്ല. ഉറപ്പായിട്ട് നീ ജോലിക്ക് പോകണം. സത്യമാണോ? സത്യമാണ്. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു 10 ദിവസം ജോലിക്ക് പോ. നിനക്ക് പറ്റുമെന്ന് നോക്ക്. അതുവരെ ഇക്കാര്യം ആരോടും പറയണ്ട. ഞാനെന്താ നൈറ്റ് ക്ലബ്ബിൽ ഡാൻസ് ചെയ്യാൻ പോവാണോ? അങ്ങനെ അല്ല വിജി, പുതിയ ജോലി, അതും അൺടൈമിൽ. വർക്ക് കൾച്ചർ ടോട്ടലായി ഡിഫറൻ്റ് ആയിരിക്കും. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാനിത് പറയുന്നത്. ശരി, ചേച്ചിമാരോടും പറയണ്ടെന്നാണോ? അവരോടാ ഒരിക്കലും പറയാൻ പാടില്ലാത്തത്. ഹലോ FM-നേക്കാൾ വലിയ നെറ്റ്വർക്ക് അവര്. നോക്ക്, നീ ശരി ശരി എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും പോയി പറയരുത്. ചേച്ചി, പെണ്ണുങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ രഹസ്യമേ പറഞ്ഞു നടക്കൂ. അവനവന്റെ രഹസ്യങ്ങൾ കൊന്നാലും പറയില്ല. അതും ശരിയാ. പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നോ മോർ ദേഷ്യം. ഓക്കെ? ഇന്നിപ്പോ ബെഡ്ഷീറ്റ് എല്ലാം പുതിയത് മാറ്റി വിരിച്ചില്ലേ? ഇതൊന്നും ആഘോഷിക്കണ്ടേ? ഞാൻ പോയി കുളിച്ചിട്ട് വരാം. Sure, you can ask me anything. എല്ലാം ഓക്കെയാണ് മാഡം. ഒരു കാര്യം മാത്രം, ഈ ലേറ്റ് നൈറ്റ് സേഫ്റ്റി. Oh, I understand. എന്നും ഞങ്ങൾ തന്നെ പിക്ക് ചെയ്യും. ഷോ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ തന്നെ ഡ്രോപ്പും ചെയ്യും. സോ അതിലൊരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി സേഫ്. താങ്ക്സ്. സാലറിയെ പറ്റി എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട്. സാലറിയെ പറ്റി ഇതുവരെ നിങ്ങൾ ഡിസ്കസ് ചെയ്തില്ലേ? സ്റ്റാർട്ടിംഗ് സാലറി വിൽ ബി 30,000. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. ഞാൻ ചോദിച്ചത് സാലറിയെ പറ്റിയാ. ഓക്കെ. ഓ, പിന്നെ വേറൊരു പ്രധാന കാര്യം, ഇതുപോലെയുള്ള ഷോസിൽ ആർജിയുടെ ഒറിജിനൽ പേര് യൂസ് ചെയ്യാറില്ല. സോ ഈ ഷോയിൽ നിങ്ങളുടെ പേര് മധു. മധു. സോ ദ ഷോ ഈസ് ഗോയിങ് ടു ബി നെയിംഡ് മധുവുമായി സംസാരിക്കാം.